എക്സ്പീരിയൻസ് പറയേ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഹായ്, ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഗുഡിബണ്ടെ ഫോർട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ അകലെയാണ്. ഇത് ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കേട്ടോ. 2.5 മണിക്കൂർ യാത്ര, 2:30 ഗുഡിബണ്ടെ, 10 മിനിറ്റ് റെസ്റ്റ്, പിന്നെ ട്രെക്കിംഗ്. ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ മെജസ്റ്റിക്കിൽ നിന്ന് ആരംഭിച്ച യാത്ര എയർപോർട്ട് റോഡ് വഴി ഗുഡിബണ്ടയിലേക്ക്. നഗര തിരക്കുകളിൽ നിന്നൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ പോന്നോളൂ ഇങ്ങോട്ടേക്ക്. ചിക്കബല്ലാപൂരിനടുത്തുള്ള ഗുഡിബണ്ടെ കർണാടകയുടെ തനത് ഗ്രാമീണ കാഴ്ചകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് മനോഹരമായ ഫൈരസാഗര തടാകം. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ മാത്രമാണ് ഗുഡിബണ്ടെ ഫോർട്ടിലേക്ക്. 400 വർഷം പഴക്കമുള്ള കോട്ട. വായിച്ചറിഞ്ഞപ്പോൾ അത്ഭുതവും കൗതുകവുമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചതും. ഇനി ഇടുങ്ങിയ റോഡുകളിലൂടെ 2-3 വളവുകൾ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക്. വണ്ടി എവിടെ വേണേലും പാർക്ക് ചെയ്യാം. പ്രത്യേകിച്ച് പാർക്കിംഗ് ചാർജസ് ഒന്നും ഇവിടെയില്ല. ഇവിടെ നിന്നാണ് ഗുഡിബണ്ടെ ഫോർട്ടിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 500 മുതൽ 700 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റെപ്പുകൾക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയറ്റം. ഈ യാത്രയിൽ ആവശ്യത്തിന് വാട്ടർ, ഫുഡ് മുതലായവ കയ്യിൽ കരുതിയിരിക്കണം. മുകളിൽ ഒന്നും വാങ്ങാൻ കിട്ടില്ല. ഏകദേശം 30 മുതൽ 45 മിനിറ്റ് വരെ നടക്കണം ഫോർട്ടിൻ്റെ മുകളിലെത്താൻ. ആദ്യത്തെ പടിക്കെട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ പാറക്കെട്ടുകളും കുറ്റിക്കാടും ഇടയിലൂടെയുള്ള വഴികളാണ്. ഇവിടെ പാമ്പുകളൊക്കെ ഉണ്ടാകുമോ എന്തോ. പാറകളൊക്കെ കുറച്ച് സ്ലിപ്പറിയാണ്. കുറച്ച് കെയർഫുള്ളായി വേണം നടക്കേണ്ടത്. ആ കാണുന്ന മലയുടെ മുകളിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ആദ്യം ഞങ്ങൾ സ്പീഡിലാണ് കേട്ടോ കയറി തുടങ്ങിയത്. പിന്നെ സ്പീഡ് കുറഞ്ഞു വന്നു. ഞങ്ങൾ വന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ രാവിലെ ആയിരിക്കും തിരക്ക് വരിക എന്ന് തോന്നുന്നു. കുറ്റിക്കാടും പാറക്കെട്ടുകളും വിജനതയും, ആഹാ അന്തസ്! ദൈവങ്ങളെ കാത്തോളണേ. പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്സ്, പിന്നെ നിരപ്പായ വഴികൾ, അങ്ങനെ രണ്ടും ഇടകലർന്ന വഴികൾ. ഈ വഴികളിലെല്ലാം തന്നെ സൈനികർക്ക് രക്ഷപ്പെടാനുള്ള ഊടുവഴികളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വലിയ കൂറ്റൻ പാറകൾ കൊണ്ടുണ്ടാക്കിയ ഇതേപോലുള്ള ഗുഹയിലൂടെ വേണം കേട്ടോ കോട്ടയിലേക്ക് എത്താൻ. ആ പാറകളിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അടിയന്തര സാഹചര്യങ്ങളിൽ സൈനികർക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്ന, പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇതേപോലുള്ള 7 സ്ഥലങ്ങൾ ഈ കോട്ടയിലുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് വേ കാണുന്നില്ലേ? ഇതുവഴിയാണ് നമുക്ക് ഫോർട്ടിലേക്ക് പോകാനുള്ളത്. ഈ ഗ്രിൽ ഡോറ് ഇത് രാജാവിൻ്റേതല്ല, പിന്നീട് എപ്പോഴും വച്ചതായിരിക്കും അല്ലേ. ഈ ഭാഗങ്ങളിലൊക്കെ നിന്നായിരിക്കും സൈനികർ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവുക. മുന്നോട്ട് നോക്കിയാൽ സ്റ്റെപ്സുകൾ തീർന്നിട്ടുണ്ടാവുമെന്ന് തോന്നും. പക്ഷേ അവിടെ എത്തുമ്പോഴോ വീണ്ടും നീണ്ടു നിവർന്ന് കിടക്കുകയായിരിക്കും. ആദ്യം സ്പീഡിൽ കയറി, പിന്നെ എനർജിയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിൻ്റെ മുകളിൽ കയറി ഗുഡിബണ്ടെ നഗരം ഒറ്റ ഫ്രെയിമിൽ കാണണം, അതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. വീണ്ടും മുമ്പ് കണ്ടതുപോലെ കൂറ്റൻ പാറകൾ കൊണ്ടുണ്ടാക്കിയ ഗുഹ. അങ്ങനെ ഇരുന്നും നിന്നും തിന്നും ഞങ്ങൾ ഏകദേശം ടോപ്പിലേക്ക് എത്താറായി കേട്ടോ. ഞങ്ങളെക്കാളും ത്രില്ലിലായിരുന്നു സിയ. ഇവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ. സൺസെറ്റ്, സൺറൈസ് ഒക്കെ കാണാൻ ഒരുപാട് പേരെത്താറുണ്ട്. നന്ദി ഹിൽസ്, അതുപോലെ ഇഷ ഫൗണ്ടേഷൻ, അതൊക്കെ ഇവിടുന്ന് അടുത്താണേ. വീണ്ടും ഒരു ഗേറ്റ് വേ. അത് കഴിഞ്ഞാലോ പഴയ പോലെ വഴികൾ. പക്ഷേ ഇപ്പോൾ എത്താറായതിൻ്റെ സൂചനകളൊക്കെ കാണുന്നുണ്ട്. അതെ, എത്താറായി. 50 സ്റ്റെപ്സ് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫോർട്ടിലേക്ക്. ഞങ്ങൾ ആദ്യമായാണ് കേട്ടോ ഇതുപോലെ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ സ്റ്റെപ്സും കൂടി കയറി കോട്ടയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പരീക്ഷയിൽ വിജയിച്ച സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. തീർന്നില്ല, ഇതിനുള്ളിലേക്ക് കയറണം. ഈ പാറകൾക്കുള്ളിലൂടെ അകത്തേക്ക്. തീരെ സ്പേസ് ഇല്ലയെന്ന് തോന്നും, പക്ഷേ 2 പേർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്പേസ് ഇവിടെയുണ്ട്. ആദ്യം കണ്ട സ്റ്റെപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കയറുന്ന ഈ സ്റ്റെപ്പ്. പാറയിൽ കാണുന്ന ഈ ഷേപ്പ് പണ്ടുണ്ടായിരുന്ന കൽത്തൂണുകൾ പൊളിച്ചു മാറ്റിയതിൻ്റേതാകാം. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തി. കോട്ടയുടെ മുകളിലെ പഴയ ഒരു കെട്ടിടം കാണാം. പണ്ടുകാലത്ത് സൈനികർ ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കാം വിശ്രമിച്ചിട്ടുണ്ടാവുക. ട്രെക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഈ ഗുഡിബണ്ടെ ഫോർട്ട്. വാവ്! ഇവിടെ നിന്ന് നോക്കിയാൽ ഗുഡിബണ്ടെ സിറ്റി ഫുള്ള് കാണാം. എൻ്റെ പൊന്ന് സാറേ, ചുറ്റുമുള്ളതെല്ലാം കാണാം. വേറെ ലെവൽ. ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ വാച്ച് ടവർ. സൈനികർ ശത്രുക്കളെയൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാകുന്നത് ഇവിടെ നിന്നായിരിക്കാം. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഫൈരസാഗര തടാകമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. എന്താ ഭംഗിയല്ലേ, നോക്കിക്കേ.
നമ്മൾ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കോട്ടയുടെ മുകളിൽ സർ പരമേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രമുണ്ട് കേട്ടോ. 108 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. ചതുരാകൃതിയിൽ അടിത്തറയുള്ള ഒരു സ്തംഭം ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ ആകർഷണീയമാണ്. ഞങ്ങൾ അരമണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ എല്ലാ ക്ഷീണവും മാറ്റുന്ന അതിമനോഹര കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ടോപ്പിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ടേ. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുകയെ. ഇതുപോലുള്ള വെള്ളക്കെട്ടുകൾ ടോപ്പിൽ കാണാമായിരുന്നു. ഇനി തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് കേട്ടോ വാച്ച് ടവർ. ഞങ്ങൾ അവിടെ കയറി. അവിടെ നിന്ന് ഫോർട്ടിലേക്കുള്ള വ്യൂ അത് അടിപൊളിയാണ്. നിർത്താതെ വീശിയടിക്കുന്ന കാറ്റും പാറക്കെട്ടുകളും അതിനു മുകളിലൂടെ നടന്നെത്താവുന്ന പടിക്കെട്ടുകളും വെള്ളക്കെട്ടും താഴ്വരയും കൃഷിഭൂമിയും ഏതൊരു സഞ്ചാരിയുടെയും മനം കവരും. അപ്പോൾ ഇനി അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങണം. നല്ല മഴക്കാറുമുണ്ട്. ജീവിതത്തിൽ ഇതേപോലുള്ള യാത്രകൾ പോകൂ. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്നും നടക്കാറില്ല. അതിൽ വിഷമിക്കാതെ കിട്ടുന്ന ഓരോ മിനിറ്റും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കൂ. അപ്പോൾ മറ്റൊരു യാത്രാ ഡയറിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.